5-ാം തീയതി. നിന്നെ പഠിപ്പിക്കുന്നതിനും ഗ്രഹിപ്പിക്കുന്നതിനുമായി ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. ധ്യാനം. രാജ്യദീർഘദർശിയായ ദാവീദ് ദൈവസ്നേഹത്താൽ മുഴുവനും എരിഞ്ഞ് അതിയായ ശുഷ്കാന്തിയോടെ ഇപ്രകാരം കർത്താവിനോട് പ്രാർത്ഥിച്ചു: എൻ്റെ കർത്താവേ, കരുണയെയും ക്രമാനുഷ്ഠാനത്തെയും ജ്ഞാനത്തെയും അയൽക്കാരുടെ നേരെയുള്ള ദയാശീലത്തെയും മാധുര്യ ഗുണത്തെയും എൻ്റെ തെറ്റുകളെ നീക്കുന്നതിനുള്ള സഹായത്തെയും നിന്റെ പ്രമാണങ്ങളെ കാക്കുന്നതിന് ആവശ്യമായ അറിവിനെയും പരിശുദ്ധന്മാരുടെ ശാസ്ത്രത്തെയും എന്നെ പഠിപ്പിക്കണമേ. ഇപ്രകാരമുള്ള പഠിത്തം എനിക്ക് ആവശ്യമാണ്. രക്ഷയുടെ വഴിയെ പഠിപ്പിക്കുന്ന ഉപദേശം എത്രയോ ആവശ്യമാകുന്നു, അത്രയും പ്രസ്തുത പഠനവും എനിക്ക് ആവശ്യമാണ്. ഇപ്രകാരമുള്ളൊരു അറിവിനെ മനുഷ്യൻ നൽകുന്നതിനായി ദൈവം പരിശുദ്ധമായ മാലാഖമാരെ നിങ്ങൾക്ക് ഗുരുക്കളായി തന്നിരിക്കുന്നു. അതിനാൽ നിന്നെ പഠിപ്പിക്കുന്നതിനും അങ്ങനെ നിന്റെ ബുദ്ധിയെ തെളിയിക്കുന്നതിനും ഒരു മാലാഖ നിയുക്തനായിട്ടുണ്ട്. ആ മാലാഖ നിന്റെ കൂടെ എപ്പോഴുമുണ്ട്. എത്രയോ ജ്ഞാനപ്രകാശത്താൽ അങ്ങ് നിന്റെ ബോധത്തെ തെളിയിക്കുന്നുണ്ട്. എത്രയോ ദയയുള്ളതും മാധുര്യമുള്ളതുമായ സ്വരങ്ങളെ നിന്റെ ഹൃദയത്തിൽ ആ മാലാഖ കേൾപ്പിക്കുന്നു. ദൈവത്തിൻ്റെയും നിന്റെ അയൽക്കാരൻ്റെയും നേരെയുള്ള നിന്റെ കടമകൾ മറന്നുകൊണ്ട് നിന്റെ ഓർമ്മ മന്ദീഭവിക്കുന്നുവെങ്കിൽ കാവൽ മാലാഖ അതിനുണർത്തുന്നു. നിന്റെ ബുദ്ധി കുറ്റകരമായ അറിവിലൂടെ അന്ധകാരത്തിൽ അകപ്പെടുമെങ്കിൽ മാലാഖ ആ അന്ധകാരം നീക്കുന്നു. നിത്യജീവന് ഉതകുന്നതായ മാർഗങ്ങളെ പ്രയോഗിപ്പാൻ നിന്റെ മനസ്സ് അമാന്തിക്കുന്നുവെങ്കിൽ അതിനെ എരിവും ശുഷ്കവും ഉള്ളതാക്കി തീർക്കുന്നതും മാലാഖ തന്നെയല്ലേ? ഇപ്പോഴിതാ ഇത്ര രക്ഷാകരമായ കാര്യങ്ങളെ നിന്നെ പഠിപ്പിക്കുവാൻ ഇടവിടാതെ ബുദ്ധിമുട്ടുന്ന നിന്റെ കാവൽ മാലാഖയുടെ നേരെ എത്രയോ സ്നേഹം നിനക്കുണ്ടാകേണ്ടതാണ്. ആകിയാൽ ക്രിസ്ത്യാനിയായ ആത്മാവേ, സത്യത്തെ പഠിപ്പിക്കുന്ന പുസ്തകത്തെ മാലാഖയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങ് ഉപദേശിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കുക. അയാൾ നിന്റെ ഗുരുവാകുന്നു. എന്തെന്നാൽ താൻ തന്നെയല്ലേ നിന്നെ പഠിപ്പിക്കുന്നത്. വേറെ ആളുകൾ വഴിയായിട്ടും നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. വലിയൊരു പ്രസംഗത്തിൽ ശക്തിയുള്ളതും ഇമ്പമേറിയതുമായ ആഗ്രഹങ്ങൾ നിനക്കുണ്ടാവുകയും പുണ്യം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന വിചാരങ്ങൾ നിന്റെ ബോധത്തിൽ തോന്നുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിന്റെ മാലാഖ അവിടെ നിന്നെ കൊണ്ടുപോകുന്നതിനും ആ പ്രസംഗം കേൾക്കുന്നതിന് നിനക്ക് തോന്നിച്ചതുകൊണ്ടും അല്ലയോ? പ്രസംഗക്കാരൻ്റെ ഓരോ വാക്കുകൾ നിന്റെ ചെവിയിൽ മുഴങ്ങുകയിൽ മാലാഖ അല്ലയോ ആ വാക്കുകളെ നിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചത്? വല്ലൊരു ജ്ഞാനപുസ്തകത്തിൽ എന്തെങ്കിലും ഭയങ്കരമായൊരു സംഭവം വായിച്ചതോടെ ദൈവശിക്ഷയുടെ മേൽ നിനക്ക് അതിയായ പേടി തോന്നുകയും അതിനാൽ പാപത്തെ ഉപേക്ഷിച്ച് നാശവഴിയിൽ നിന്ന് മാറി ഏകാന്ത ജീവിതം കഴിക്കുന്നതിന് നീ നിശ്ചയിക്കുകയും ചെയ്തുവെങ്കിൽ അതിന് കാരണം നിന്റെ മാലാഖയല്ലയോ? ഞാനല്ലയോ ആ പുസ്തകം നിന്റെ കയ്യിൽ വയ്ക്കുകയും ഇത്ര നല്ല പ്രതിജ്ഞ ചെയ്യുവാൻ നിന്നെ ഉത്സാഹിപ്പിക്കുകയും ചെയ്തത്? നീ മുഴുവനും മനസ്സ് തിരിഞ്ഞ് പുണ്യത്തിൽ എരിവുള്ളവനായി തീരുകയും ഇങ്ങനെ നിന്റെ ആത്മകാര്യം സംബന്ധിച്ച് നിന്റെ കുമ്പസാരക്കാരൻ്റെ ഉപദേശമനുസരിച്ച് ഭക്തിയോടുകൂടെ ജീവിക്കുകയും വലിയ സന്തോഷത്തോടെ ഓരോ നന്മ പ്രവർത്തികളെ നിറവേറ്റി വരികയും ചെയ്യുകയാണെങ്കിൽ അത് നിന്റെ കാവൽ മാലാഖയുടെ സഹായം കൊണ്ടല്ലയോ? അങ്ങൊന്ന് നിന്റെ കൈക്ക് പിടിച്ച് നടത്തുന്നത് കൊണ്ടല്ലയോ നീ സുഹൃത വഴിയെ നടക്കുന്നത്? ഈ സത്യങ്ങളെ നീ ഒരിക്കലും മറന്നു കളയരുത്. ദൃഷ്ടാന്തം. കാവൽ മാലാഖ നമ്മുടെ ഗുരുനാഥനാകുന്നു എന്നീ സത്യം തെളിയിക്കുന്നതിനാവശ്യമായൊരു ദൃഷ്ടാന്തം വിശുദ്ധ അന്തോണീസ് ബാവായുടെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആയതെന്തെന്നാൽ ഈ പരിശുദ്ധ വനവാസി ഒരിക്കൽ തൻ്റെ ഏകാന്തവാസത്തിൽ ഇരിക്കുമ്പോൾ മടി എന്ന ദുർഗുണത്തിൻ്റെ പരീക്ഷ അദ്ദേഹത്തിന് ശക്തിയായിട്ടുണ്ടായി. മറ്റു പലവിധമായ തോന്നലുകൾ തൻ്റെ ബോധത്തിൽ നുഴഞ്ഞു കയറുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ അന്തോണീസ് ദൈവത്തിൻ്റെ നേരെ തിരിഞ്ഞ് ഇപ്രകാരം അപേക്ഷിച്ചു: എൻ്റെ കർത്താവേ, എനിക്ക് നിത്യരക്ഷ പ്രാപിക്കുവാൻ സത്യമായ ആഗ്രഹമുണ്ടെന്നുള്ളത് അങ്ങേക്ക് അറിയാം. എങ്കിലും ഓരോ വിചാരങ്ങളും മോശമായ പരീക്ഷകളും എന്നെ ബാധിച്ച് എൻ്റെ ശ്രദ്ധ കരുതലിന് തടവ് ചെയ്യുന്നു. ആകയാൽ ഞാൻ എന്തു ചെയ്യണം എന്ന് അങ്ങ് എന്നോട് സാധ്യമായി പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു വിസ്മയകരമായ കാഴ്ചയുണ്ടായി. ഒരാളിരുന്ന് കുറേ നേരം കയറി പിരിക്കുകയും പിന്നീട് ആ വേല നിർത്തി മുട്ടിന്മേൽ നിന്ന് ജപം ചെയ്യുകയും അതിനുശേഷം വീണ്ടും മുൻപത്തെ പോലെ വേല ആവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതുതന്നെ താൻ എന്തു ചെയ്യണം എന്ന് പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം കൽപ്പിച്ചയച്ച ഒരു മാലാഖ ആണെന്ന് ആ വിശുദ്ധൻ ഗ്രഹിച്ചു. അപ്പോൾ മാലാഖ അന്തോണീസിനെ നോക്കി: അന്തോണീസേ, ഞാൻ ചെയ്യുന്നത് പോലെ നീയും ചെയ്തുകൊള്ളുക. എന്നാൽ മടിയും മറ്റു ദുർഗുണങ്ങളും പരീക്ഷയിൽ നിന്ന് നീ സ്വതന്ത്രരാവുകയും നിത്യരക്ഷയെ പ്രാപിക്കുകയും ചെയ്യുമെന്ന് പറയുകയും ദൈവദൂതൻ മറഞ്ഞു പോവുകയും ചെയ്തു. ആകയാൽ പ്രിയ സഹോദരരെ, നിന്റെ എത്രയും നല്ല ഗുരുനാഥനായ കാവൽ മാലാഖയുടെ പ്രത്യേക മാതൃക അനുസരിച്ച്
നിന്റെ അനുദിന ജീവിതത്തെ നീ ക്രമപ്പെടുത്തുകയും നിന്റെ വേലകളിൽ കൂടെയും ഇടയ്ക്കിടെ ദൈവത്തിൻ്റെ പക്കലേക്ക് നിന്റെ ഹൃദയത്തെ ഉയർത്തി ജപം ചെയ്യുകയും വേണം. ഇപ്രകാരം നീ ചെയ്യുകയാകിയാൽ പിശാചിൻ്റെ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുകയില്ല. ജപം. ദൈവത്തിൻ്റെ പരിശുദ്ധ മാലാഖയെ, ഞാൻ എൻ്റെ സ്നേഹഗുരുവായ അങ്ങേ സതുപദേശങ്ങൾക്ക് ഇന്നാൾ വരെയും ചെവി കൊടുക്കാതെ നടന്നതിനെപ്പറ്റി അത്യന്തം വ്യസനിക്കുന്നു. എന്നാൽ മേലിൽ ഇപ്രകാരം ചെയ്യുകയില്ല. എൻ്റെ കഴിഞ്ഞ നന്ദികേടിനെക്കുറിച്ച് പ്രലപിക്കുന്നു. ഇന്നു തൊട്ടുള്ള നിന്റെ ഗുണദോഷം പോലെ നല്ലൊരു ജീവിതം കഴിപ്പാൻ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ ഹാജരായി നിൽക്കുന്നു. ദൈവപ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവയെ ഗ്രഹിക്കുന്നതിന് ബുദ്ധി തരണമേ. രാപ്പകൽ എൻ്റെ ഇമ്പമേറിയ ധ്യാന വിഷയം ദൈവപ്രമാണങ്ങളും കൽപ്പനകളും ആയിരിക്കാൻ തക്കവണ്ണം അവ എത്രയോ മാധുര്യമുള്ളതും സത്യമുള്ളതും ആണെന്ന് എന്നെ പഠിപ്പിക്കണമേ. എന്നെ മുഴുവനും അങ്ങേ കൈകളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അങ്ങൊന്ന് എന്നെ ഭരിച്ച് നടത്തിക്കൊള്ളണമേ. ദൈവത്തിൻ്റെയും അയൽക്കാരൻ്റെയും നേരെയുള്ള എൻ്റെ കടങ്ങളെ ഞാൻ വേണ്ടുവണ്ണം ഗ്രഹിപ്പാൻ അങ്ങന്ന് എന്നെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുകൃജപം. കർത്താവിൻ്റെ മാലാഖിയെ, എൻ്റെ ഹൃദയം മുഴുവനും ഈശോയുടേതാക്കണമേ. കർത്താവിൻ്റെ മാലാഖിയെ, എൻ്റെ ഹൃദയം മുഴുവനും ഈശോയുടേതാക്കണമേ. കർത്താവിൻ്റെ മാലാഖിയെ, എൻ്റെ ഹൃദയം മുഴുവനും ഈശോയുടേതാക്കണമേ. സൽക്രിയ. നിന്റെ പരിശുദ്ധ മാലാഖിയുടെ ഉപദേശങ്ങൾ അനുസരിപ്പാൻ നീ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കൂടെ കൂടെ മാലാഖിയോട് ഉണർത്തിച്ചുകൊള്ളുക. ആമേൻ.